ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സ്റ്റേറ്റ് റീഓർഗനൈസേഷനെ കുറിച്ചാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഞാൻ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് ഇതിലേക്ക് എത്താം. പിന്നെ ഒരു തുടർച്ച നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. നമ്മൾ പറഞ്ഞു, ഭാഷയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റുകൾ റീഓർഗനൈസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗാന്ധിയനുമായിരുന്ന പോറ്റി ശ്രീരാമലുവിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങൾ നടന്നു. ഈ സമരങ്ങൾക്ക് ഒടുവിൽ സമരം നടന്നു എന്ന് പറഞ്ഞാൽ ആന്ധ്രയ്ക്ക് വേണ്ടി, തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് സ്റ്റേറ്റ് അതായിരുന്നു ആവശ്യം. തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ, തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി സെപ്പറേറ്റ് സ്റ്റേറ്റ്, പ്രത്യേക സംസ്ഥാനം, ഇതായിരുന്നു അവരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം കിടന്നു. ഇതിൽ സമരത്തിനൊടുവിൽ 56-ാമത്തെ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. ശ്രീരാമലു മരണപ്പെട്ടു. ഇത് ആന്ധ്രയിലൊട്ടാകെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. നമ്മൾ പഠിച്ചതാണ്. ഇതിനെ തുടർന്ന് നിരവധി സർക്കാർ ഓഫീസുകൾ സമരക്കാർ അടിച്ചു തകർത്തു. ആന്ധ്രയിലൊട്ടാകെ കൊലപാതകങ്ങൾ അരങ്ങേറി വലിയ തരത്തിലുള്ള രൂക്ഷമായ പ്രതിസന്ധി നേരിട്ടു. ഇതിനെ തുടർന്ന് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്റ്റേറ്റ് രൂപീകരിക്കാം എന്ന ആവശ്യം ജവഹർലാൽ നെഹ്റു, എന്ന പ്രധാനമന്ത്രി നെഹ്റു അംഗീകരിച്ചു. തുടർന്ന് ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേക സംസ്ഥാനം അനുവദിക്കണം എന്ന ആവശ്യം ഉയർന്നതോടെ നെഹ്റു ഒരു കമ്മീഷനെ നിയമിച്ചു. ഈ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയായിരുന്നു. ആരായിരുന്നു കമ്മീഷന്റെ ചെയർമാൻ? ഫസൽ അലിയായിരുന്നു. ഈ കമ്മീഷന്റെ പേര് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഹെഡ്, അതിൻ്റെ തലവൻ ഫസൽ അലിയായിരുന്നു. അതിലെ മറ്റംഗങ്ങൾ 1 ഹൃദയാനന്ദ് കുൻസ്രുവും 2 സർദാർ KM പണിക്കരുമായിരുന്നു. അങ്ങനെ 3 അംഗങ്ങളടങ്ങുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ഫോം ചെയ്തു. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തുന്നു. വാട്ട് ആർ ദ മെയിൻ റെക്കമെൻഡേഷൻസ് ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചത്? അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. ഇവർക്ക് വേണ്ടി സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമോ, ഇല്ലെങ്കിൽ ആ സ്റ്റേറ്റുകൾ രൂപീകരിക്കണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം, ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ, പാർലമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ഫസൽ അലിയുടെ ചെയർമാൻഷിപ്പിൽ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പോൾ ഫസൽ അലി കമ്മീഷൻ പഠനങ്ങൾ നടത്തി ഇന്ത്യ ഒട്ടാകെ ഉള്ള സാഹചര്യം മനസ്സിലാക്കി ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. വിവിധ ഭാഷാ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചു. അതിനുശേഷം സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ, റെക്കമെൻഡേഷൻസ് മുന്നോട്ട് വെച്ചു. ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഒന്നാമത്തെ നിർദ്ദേശം ഇന്ത്യയെ വിവിധ സ്റ്റേറ്റുകളായി ഡിവൈഡ് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക, ഡിവൈഡ് ചെയ്യുക? ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ ഡിവൈഡ് ചെയ്യണം, വിഭജിക്കണം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ റീഗ്രൂപ്പിംഗ് ചെയ്യണം ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ രൂപീകരിക്കേണ്ടത്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ. അതിനോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ ഈ കമ്മീഷൻ മുന്നോട്ട് വച്ചു.
ഭാഷയോടൊപ്പം തന്നെ കൾച്ചർ, സംസ്കാരത്തിനും പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങളായി. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഓക്കെ, അപ്പോൾ ദ റീഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റേറ്റിന്റെ റീഗ്രൂപ്പിംഗ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പഠിക്കണം, ദ റീഗ്രൂപ്പിംഗ് ഓഫ് സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. ഭാഷയുടെയും സംസ്കാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ റീഗ്രൂപ്പ് ചെയ്യണം എന്നതായിരുന്നു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷന്റെ ആദ്യത്തെ റെക്കമെൻഡേഷൻ. രണ്ടാമത്തത്, ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട്. ഈ വിവിധ ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഇങ്ങനെ വിവിധ, ഇപ്പോൾ കേരളം ഉൾപ്പെടുന്ന പ്രദേശം, അന്ന് കേരള സംസ്ഥാനം ഒന്നും രൂപീകരിച്ചിരുന്നില്ല. അന്ന് കേരളം, തമിഴ്നാട് മദ്രാസ് പ്രസിഡൻസി ആയിരുന്നു, കർണാടക, ആന്ധ്ര, ഇതെല്ലാം ഒറ്റ പ്രസിഡൻസിയിലായിരുന്നു. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശങ്ങൾ നിലകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ, ഒരു പ്രദേശത്ത് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ ഇവരുടെ കൾച്ചറൽ നീഡ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഗിവ് പ്രോപ്പർ അറ്റൻഷൻ ടു കൾച്ചറൽ നീഡ്സ് ഓഫ് ദ മൈനോറിറ്റീസ്. മൈനോറിറ്റീസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാഷാ ന്യൂനപക്ഷങ്ങളാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിഫറെന്റ് ലാംഗ്വേജസ്, വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിൻ്റെ അല്ലെങ്കിൽ സമുദായങ്ങളുടെ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക? അവർക്ക് അവരുടെ കൾച്ചറൽ നീഡ്സ്, സാംസ്കാരികമായ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ പ്രോപ്പർ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു കൾച്ചറൽ നീഡ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് സ്പീക്കിംഗ് ഡിഫറെന്റ് ലാംഗ്വേജസ്. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുടെ സാംസ്കാരിക ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. രണ്ടാമത്തെ നിർദ്ദേശമായിരുന്നു. അടുത്തത്, ഗിവ് പ്രോപ്പർ അറ്റൻഷൻ ഇൻ ഡിഫറെന്റ് ലാംഗ്വേജസ് ബിസൈഡ്സ് ഹിന്ദി. ഹിന്ദി കൂടാതെ, ഹിന്ദി ഒഴികെയുള്ള മറ്റു ഭാഷകൾക്ക് എന്ത് കൊടുക്കുക? ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഹിന്ദിക്ക് നമുക്കറിയാം, ഇന്ത്യയിൽ ഒട്ടുക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി എന്ന് പറഞ്ഞാൽ. നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് എല്ലാ സ്റ്റേറ്റിലും ഹിന്ദി ഒരു പ്രധാന ലാംഗ്വേജാണ്. അപ്പോൾ ഹിന്ദി എല്ലാ സ്ഥലത്തും ഉള്ളത് കൊണ്ട് തന്നെ ഹിന്ദി ഒഴികെയുള്ള മറ്റ് ലാംഗ്വേജസിനും എന്ത് കൊടുക്കുക? പ്രോപ്പർ അറ്റൻഷൻ, വേണ്ട ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഹിന്ദി കൂടാതെയുള്ള മറ്റു ഭാഷകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതായിരുന്നു സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷന്റെ മൂന്നാമത്തെ നിർദ്ദേശം. അടുത്തത്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ട് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. എന്താ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്? ഭാഷാ ന്യൂനപക്ഷങ്ങൾ. ഓർക്കണം, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് മീൻസ് ഭാഷാ ന്യൂനപക്ഷങ്ങൾ. ഭാഷാ ന്യൂനപക്ഷങ്ങളെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ആരുടെ പ്രധാന റെക്കമെൻഡേഷൻ ആയിരുന്നു? സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ്. ഓക്കെ, അപ്പോൾ ചോദിക്കും, വാട്ട് വെയർ ദ മെയിൻ റെക്കമെൻഡേഷൻസ് ഓഫ് സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ കമ്മീഷൻ? ചിലപ്പോൾ ഫസൽ അലി കമ്മീഷൻ എന്നായിരിക്കും ചോദിക്കുന്നത്. ഫസൽ അലി കമ്മീഷന്റെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണ്? ഫസൽ അലി കമ്മീഷൻ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്ന് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ പോയിന്റുകൾ, 4 പോയിന്റ് നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാവുമ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അതിലില്ല. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഞാൻ പറയും, നിങ്ങളത് നോട്ട് ചെയ്തുകൊണ്ടാൽ മതി. വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ പറയും. അപ്പോൾ അത് കൂടെ തന്നെ നോട്ട് ചെയ്ത് അതിൽ എഴുതി കൊണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്? എല്ലാം പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ നോട്ട്സിന് തരാഞ്ഞത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഹൂ മേഡ് ദ ഫേമസ് സ്പീച്ച് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി? നമ്മൾ പഠിച്ചതാണ്. എന്താണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി? നമ്മൾ ആദ്യം പഠിച്ചതാണ്.
എന്താണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന ഫേമസ് ആയിട്ടുള്ള സ്പീച്ച് ആരുടേതാണ്? ഹൂ മേഡ് ദ ഫേമസ് സ്പീച്ച് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി? വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. ആൻസർ ജവഹർലാൽ നെഹ്റു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൺ വേർഡ് ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമോ അതിൻ്റെ അങ്ങേ വർഷമോ പബ്ലിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതോ കഴിഞ്ഞ വർഷമോ അതിൻ്റെ അങ്ങേ വർഷമോ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ്. ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് അയൺ മാൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ അയൺ മാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ അയൺ മാൻ എന്നറിയപ്പെടുന്നത്. സർദാർ പട്ടേലിന്റെ മറ്റ് ചില കാര്യങ്ങളും കൂടെ ഓർമ്മിക്കണം. ഇന്ത്യയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, ഉപപ്രധാനമന്ത്രി, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സർദാർ പട്ടേലാണ്. മറ്റൊന്ന് ഓർക്കേണ്ടത്, ഇന്ത്യയിലെ ഫസ്റ്റ് ഹോം മിനിസ്റ്ററും സർദാർ പട്ടേലാണ്. ഓർക്കണം, ഇന്ത്യയിലെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഫസ്റ്റ് ഹോം മിനിസ്റ്ററും സർദാർ വല്ലഭായ് പട്ടേലാണ്. ആ രണ്ട് കാര്യങ്ങൾ പട്ടേലുമായി ബന്ധപ്പെട്ട് ഓർക്കണം. മറ്റൊന്ന്, ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി? ആരാണ് ഫ്രോണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? നമ്മൾ ഇന്ത്യയുടെ പാർട്ടീഷൻ പഠിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു. ആരാണ് ഫ്രോണ്ടിയർ ഗാന്ധി? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അത് ഓർക്കണം. കാരണം ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്ത സമയത്ത്, റിലീജിയന്റെ ബേസിൽ ഇന്ത്യ ഡിവൈഡ് ചെയ്ത സമയത്ത്, ഇന്ത്യയെ വിഭജിച്ച സമയത്ത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിൽ മുസ്ലിം മെജോറിറ്റി ഏരിയയെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലകൊള്ളണം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു നേതാവായിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അപ്പോൾ അതും പ്രത്യേകം ഓർക്കണം. അദ്ദേഹം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹു ഈസ് പോപ്പുലർലി നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി. ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഓക്കെ, മറ്റൊന്ന്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ മെമ്പർമാർ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന്, അതിൻ്റെ ചെയർമാൻ ആരാണ്? സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജി ആയിരുന്ന ആര്? ഫസൽ അലി ആയിരുന്നു. ഫസൽ അലിയെ കൂടാതെ പിന്നെ 2 അംഗങ്ങൾ അഡീഷണൽ ഉണ്ടായിരുന്നു. മൊത്തം 3 അംഗങ്ങൾ. രണ്ടാമത്തെ ആള് ഹൃദയാനന്ദ് കുൻസ്രു ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തത് ഫസ്റ്റ് ആരായിരുന്നു? ഫസൽ അലി. സെക്കൻഡ് ഹൃദയാനന്ദ് കുൻസ്രു. ആൻഡ് തേർഡ് വൺ, മൂന്നാമത്തത് സർദാർ KM പണിക്കർ. മൂന്നാമത്തെ ആളാരായിരുന്നു? സർദാർ KM പണിക്കർ. ഇവർ 3 പേരുമാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനിലെ പ്രധാന മെമ്പർമാർ. മറ്റൊന്ന്, ജമ്മു കാശ്മീരിന് പ്രത്യേക സ്റ്റാറ്റസ് നൽകുന്ന, സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്ന ആർട്ടിക്കിൾ, നൽകുന്ന എന്ന് പറയാൻ കഴിയില്ല, ഇപ്പോൾ ആ ആർട്ടിക്കിൾ ഇല്ല. കഴിഞ്ഞ വർഷം ആ ആർട്ടിക്കിൾ സെൻട്രൽ ഗവൺമെന്റ് അതെന്ത് ചെയ്തു? റദ്ദാക്കി. ഇപ്പോൾ ജമ്മു കാശ്മീരിന് സെപ്പറേറ്റ് എന്തില്ല? സ്റ്റാറ്റസ് ഇല്ല, പ്രത്യേക പദവിയില്ല. നേരെ മറിച്ച് ആദ്യം തൊട്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർത്ത കാലം മുതൽക്ക്, ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരിസിംഗുമായിട്ട് ബന്ധപ്പെട്ട്, ഷെയ്ഖ് അബ്ദുള്ളയുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളെല്ലാം നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ജമ്മു കാശ്മീരിനെ ഇന്റഗ്രേറ്റ് ചെയ്തതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിന് ചില പ്രത്യേക സ്റ്റാറ്റസ് പദവികൾ നൽകിയിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. പക്ഷെ അത് ഏത് ആർട്ടിക്കിളിലാണ് ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകുന്നത്? അണ്ടർ വിച്ച് ആർട്ടിക്കിൾ സ്പെഷ്യൽ സ്റ്റാറ്റസ് വാസ് ഗിവൺ ടു ജമ്മു കാശ്മീർ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 370 ആണ്. 370 ആർട്ടിക്കിളിലാണ് ജമ്മു കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിയിരുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കണം. ഇപ്പോൾ ആ ആർട്ടിക്കിൾ ഇല്ല. ഇപ്പോൾ ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ ഇപ്പോൾ ബാൻ ചെയ്തിരിക്കുകയാണ്. നേരത്തെ ജമ്മു കാശ്മീരിന് 370 ആർട്ടിക്കിൾ പ്രകാരം എന്തൊക്കെയാണ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്? ജമ്മു കാശ്മീരിന് പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, പ്രത്യേക ഭരണഘടന. സെക്കൻഡ്, ജമ്മു കാശ്മീരിന് സെപ്പറേറ്റ് ഫ്ലാഗ്, പ്രത്യേക കൊടി ഉണ്ടായിരുന്നു, അതായത് പ്രത്യേക പതാക ഉണ്ടായിരുന്നു. മറ്റൊന്ന്, അവിടെ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സെൻട്രൽ ഗവൺമെന്റിന് കഴിയില്ലായിരുന്നു. അവിടെ
എക്കണോമിക് എമർജൻസി അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ ജമ്മു കാശ്മീർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അംഗീകാരം വേണമായിരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റാറ്റസ്, പദവികൾ, ചില ആനുകൂല്യങ്ങൾ ആർക്ക് നൽകിയിരുന്നു? ജമ്മു കാശ്മീരിന് നൽകിയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കണം. ഓക്കെ. ഇനി മറ്റൊന്ന്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയത് എന്നാണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ 1956 നവംബർ 1. ഓക്കെ, എന്നാണ് 1956 നവംബർ 1 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്സാക്കിയത്, സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത്. ഈ നിയമപ്രകാരമാണ്, ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ നിയമപ്രകാരമാണ് ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ ഡിവൈഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ ഫസൽ അലി കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ പഠിക്കണം, ഓൺ വിച്ച് ഡേറ്റ് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? 1956 നവംബർ 1. ഇനി സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നതിന് മുൻപ് തന്നെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ലാംഗ്വേജിന്റെ ബേസിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്തിരുന്നു. ഏത് സ്റ്റേറ്റ് ആയിരുന്നു അത്? ഏതായിരുന്നു? ദ ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് ഫോംഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്. എന്താ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്? ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഫസ്റ്റ് സ്റ്റേറ്റ്, ആദ്യ സംസ്ഥാനം ഏതായിരുന്നു? ആന്ധ്രാപ്രദേശ് ആയിരുന്നു. ഓക്കെ, അതും ക്ലിയറായി. ആന്ധ്രാപ്രദേശാണ് ഇന്ത്യയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ്, ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. മറ്റൊന്ന്, ഇന്ത്യയിൽ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസിന്റെ ബേസിൽ ഇലക്ഷൻ നടന്ന ഫസ്റ്റ് ഇന്ത്യൻ ടെറിട്ടറി, സ്റ്റേറ്റ് എന്ന് പറയാൻ കഴിയില്ല, ഒരു ഫസ്റ്റ് ഇന്ത്യൻ ടെറിട്ടറി, ഇന്ത്യയിലെ പ്രദേശം ഏതായിരുന്നു? ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇലക്ഷൻ നടന്നത് എവിടെയായിരുന്നു? മണിപ്പൂരിലായിരുന്നു. അപ്പോൾ ഓർക്കണം, ഫസ്റ്റ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് മണിപ്പൂരിലായിരുന്നു. ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, പിന്നെ വൺവേഡിൽ വരുന്നത്, നമ്മൾ പറഞ്ഞതിൽ ടു നേഷൻ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ്? ടു നേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാം, ഏത് സംഘടനയാണെന്ന് വേണമെങ്കിലും ചോദിക്കാം. അത് മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ആയിരിക്കും സാധാരണ ചോദിക്കുന്നത്. അതിൽ ടു നേഷൻ തിയറി എന്ന് എ കോളത്തിൽ കാണും, ബി കോളത്തിൽ ചിലപ്പോൾ ഓർഡർ തെറ്റിച്ച് എവിടെയെങ്കിലും മാറ്റി മുസ്ലിം ലീഗ് എന്ന് കൊടുത്തേക്കും. മുസ്ലിം ലീഗ് എന്നുണ്ടെങ്കിൽ ടു നേഷൻ തിയറിക്ക് മുസ്ലിം ലീഗ് എഴുതുക. ചിലപ്പോൾ മുസ്ലിം ലീഗ് എന്ന് കാണത്തില്ല, ചില എക്സാമുകൾക്കൊക്കെ ടു നേഷൻ തിയറി എന്ന് എ കോളത്തിൽ തന്നിട്ട് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മുഹമ്മദ് അലി ജിന്ന എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാറിപ്പോകരുത്. ടു നേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ മെയിൻ ലീഡറായിരുന്ന മുഹമ്മദ് അലി ജിന്നയാണ് ഈ ആവശ്യത്തിൽ ഉറച്ചു നിന്നത്. ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്ന സമയം ജിന്ന ഉറക്കെ പ്രഖ്യാപിച്ചു, ഇന്ത്യ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെങ്കിൽ ഞങ്ങളെ എന്ത് ചെയ്യുകയും വേണം? ഞങ്ങളെ ഡിവൈഡ് ചെയ്യുകയും വേണം എന്ന് മുഹമ്മദ് അലി ജിന്ന എന്ത് ചെയ്തു? അവസാനമായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ജിന്നയുടെ ആവശ്യത്തിന് മുന്നിലാണ്, ജിന്നയുടെ ഈ പിടിവാശിക്ക് മുന്നിലാണ് അവസാനം ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? ഇന്ത്യയെ വിഭജിക്കുവാനുള്ള കരാറിൽ ഒപ്പിടേണ്ടി വന്നത്. ഓക്കെ. അപ്പോൾ ടു നേഷൻ തിയറിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് അലി ജിന്ന ചോദിച്ചാലും എഴുതണം, അല്ലെങ്കിൽ എന്ത് മുസ്ലിം ലീഗാണ് കോളത്തിലുള്ളതെങ്കിൽ അതെടുത്തെഴുതാം. ഓക്കെ. പിന്നെ മറ്റൊന്ന്, വി പി മേനോനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് മുൻവർഷം ചോദിച്ചിട്ടുണ്ട്. ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റിന്റെ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇന്റഗ്രേഷൻ ഓഫ് സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരുന്നു വി പി മേനോൻ. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചിരുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു വി പി മേനോൻ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ വൺ വേഡ് ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആവുമ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കഴിയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി നോക്കുക.
ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം.